നോൺ സയൻസുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഈ എയ്ഡ്സ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ സാധാരണ ലൈവ് വാക്സിൻസ് കൊടുക്കാറില്ല. സോ അതും ഒരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണ് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അത്ര മേൽ കൂടി വരും അല്ലെ. വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പോ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ കേരള PSCയുടെ DME JPHN ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അല്ലെ, JPHന്റെ നോട്ടിഫിക്കേഷൻ വന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും ചോദിച്ചിരുന്നു ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതായത് ANM ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ANM പ്ലസ് KNMC രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ GNM കാർക്കും BSc കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാവൂ എന്ന് ചോദിച്ചിട്ട് പലരും ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതായത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇക്വലന്റ് ബാർ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് GNM ഉള്ളവർക്കും BSc ഉള്ളവർക്കും പോസ്റ്റ് ബേസിക് BSc ഉള്ളവർക്കും MSc ഉള്ളവർക്കും ഇത് അതായത് JPHN അപ്ലൈ ചെയ്യാം അല്ലെ. സോ JPHN നമുക്ക് പലരും പിന്നെയും ചോദിച്ചിരുന്നു എങ്ങനെ നമുക്ക് അതിനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, എന്തായിരിക്കും സിലബസ്. ഓക്കെ, സിലബസിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞങ്ങൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. സോ അതിന് പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, JPHN നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ പ്ലസ് ഒരു ഡെമോ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓക്കെ, JPHന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ JPHന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ഓടിച്ചു നോക്കുക. ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. കാരണം നമ്മൾ ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഏതൊരു എക്സാമിനും ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ എക്സാമിനെ അറിഞ്ഞു വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, സോ പലരും നമ്മുടെ DMEയുടെ സ്റ്റാഫ് നേഴ്സ് എക്സാം ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിരുന്നു, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. സോ JPHN എന്ന് പറയുമ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ച് നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്ത് കൂടെ പഠിക്കേണ്ടി വരും. കാരണം സിലബസ് കുറച്ചുകൂടെ ഒന്ന് വേരി ചെയ്തിട്ടുള്ള സിലബസ് ആണ് ഈ JPHN വരിക. അതേസമയം നമുക്ക് DMEയുടെ സ്റ്റാഫ് നേഴ്സിന് ചോദിക്കുന്ന അത്രയും ചിലപ്പോൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള, ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് മെമ്മറൈസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് JPHN ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക, നമുക്ക് വളരെ നന്നായിട്ട്, ഓക്കെ, നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പം മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് JPHN എക്സാം പാസ്സാകാൻ പറ്റും, നല്ലൊരു ജോലിയും ലഭിക്കും. ഓക്കെ, സോ അത് മാത്രമല്ല ഇപ്പൊ വിളിച്ചിരിക്കുന്നത് DMEയുടെ JPHN പോസ്റ്റ് ആണ്. അധികം താമസമില്ലാതെ DHS, ഓക്കെ, ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിന്റെ JPHN പോസ്റ്റും വരുന്നതായിരിക്കും. സോ നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് DMEയും DHSഉം, ഓക്കെ, രണ്ടും എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് അപ്പം ഇരട്ടിക്കുകയാണ് അല്ലെ. രണ്ട് എക്സാമിലൂടെ നമ്മൾക്ക് ഇപ്പോ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഒരു മടങ്ങ് കൂടെ കൂടുകയാണ്. സോ ആരും സമയം കളയരുത്. നിങ്ങൾക്ക് ഇൻ കേസ് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ എജൂസ് അക്കാഡമിയിലെ JPHന്റെ ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ നേടണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഡെമോ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ എജൂസ് അക്കാഡമിയിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കുക. ഓക്കെ, സോ നമ്മൾ ഇന്ന് പിന്നെ വേറെ പലർക്കും പല ഡൗട്ട് ഉണ്ടാവും, ഞാനിത് എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ. പലരും പറയുന്നുണ്ട് ഞാൻ നോൺ സയൻസ് ആണ് എന്റെ +2, അപ്പൊ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെ, നോൺ സയൻസുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc ആണ്. നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ് അല്ലെ. SSLC പ്ലസ് നമ്മുടെ ഏതെങ്കിലും ഒരു നഴ്സിംഗ് ANMO GNMO ഒക്കെ പാസ്സായവർക്ക് കേരള നഴ്സസ് രജിസ്ട്രേഷൻ കൗൺസിലിലെ KNMCയിലെ രജിസ്ട്രേഷൻ വേണം എന്നുള്ള നിർബന്ധം മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോ നിങ്ങൾ ഓർക്കും ഞാനൊരു ANM ആണ് അല്ലെങ്കിൽ ഞാനൊരു GNM ആണ്, എനിക്ക് ഇത് കിട്ടുമോ, ഞാൻ പ്രിപ്പയർ ചെയ്താൽ കിട്ടുമോ എന്നൊക്കെ പല ഡൗട്ടും പലർക്കും ഉണ്ടാവും. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മുതൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങും എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, സോ അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് മറിച്ച് നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, പക്ഷെ അത് ഒത്തിരി ഏരിയാസ് കവർ ചെയ്ത് എൻറ്റയർ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. സോ നമ്മൾ ഇന്ന് ഒരു ഡെമോ ക്ലാസ് ആയിട്ട്
നിങ്ങൾക്ക് തരുന്നത് ഇമ്മ്യൂണൈസേഷൻ ആണ്. ഓക്കെ, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് JPHN പോലെയുള്ള എക്സാംസിന് ഈ ഇമ്മ്യൂണൈസേഷനിൽ നിന്ന് ഒരു 5-8 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട് കേട്ടോ. 5-8 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. സോ നമുക്ക് ആക്ച്വലി ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8 ചോദ്യം വരെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് അതിലൂടെ 8 മാർക്ക് കിട്ടും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അത്രമേൽ കൂടി വരും അല്ലെ. സോ ഇമ്മ്യൂണൈസേഷൻ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു വലിയ ടോപ്പിക്കാണ്. നമ്മളിത് നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഇത് ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് ആണ്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയുന്നത് പോലെ എന്താണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അല്ലെ. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞായിരുന്നപ്പം അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ എന്താണ്, നമുക്ക് ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയിട്ട് അവർക്ക് വാക്സിനേഷൻസ് കൊടുക്കും അല്ലെ, അവർക്ക് കുറെ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കും അല്ലെ. അല്ലെങ്കിൽ അമ്മമാര് പ്രഗ്നന്റ് ആയിരിക്കും അല്ലെ, പ്രഗ്നന്റ് മദേഴ്സ് എന്താണ്, അവര് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 1-2 വാക്സിനേഷൻസ് ഒക്കെ എടുക്കും അല്ലെ. അപ്പം അവർക്ക് എന്തിനാണ് പല രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടിയാണ്. അമ്മമാർക്കാണെങ്കിലും കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും കുഞ്ഞു മക്കൾക്കും ഒക്കെ എന്താണ്, അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു രോഗപ്രതിരോധ കുത്തിവയ്പ് അല്ലെ. രോഗപ്രതിരോധ കുത്തിവയ്പ്പാണ് ഈ ഇമ്മ്യൂണൈസേഷൻ. പ്രത്യേകിച്ച് ഈ JPHNകാർ, അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, അവരെന്താ ചെയ്യുക, അവർ നമ്മുടെ പ്രിവെന്റീവ് ആസ്പെക്ട് ആണ് കൂടുതലായിട്ടും നോക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ ആയിട്ട് ഒത്തിരി പ്രാവശ്യം ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. അത് കൂടാതെ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴും JPHN ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴും ഈ നോളജ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ അപ്പൊ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കുഞ്ഞു കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കുമല്ലോ. സോ അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. സോ അതിനു മുന്നായിട്ട് എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം രോഗപ്രതിരോധ ശക്തി അല്ലെ. അതായത് രോഗം വരാതിരിക്കാൻ അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് മരുന്ന് കൊടുക്കും. മരുന്ന് ഇവിടെ എങ്ങനെ കൊടുക്കുന്നത്, ഇഞ്ചക്ഷൻസിൽ കൂടെ കൊടുക്കും, അല്ലെങ്കിൽ ഓറൽ മൗത്ത് വഴി നമ്മൾ ചിലപ്പോൾ മരുന്നുകൾ കൊടുക്കാറുണ്ട്. സോ അത് തന്നെയാണ് ഈ ഇമ്മ്യൂണിറ്റിക്ക് ആധാരം. അതായത് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിലൂടെയാണ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. ഇതിൽ കൂടെ മാത്രമല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് നമ്മൾ ഇഞ്ചക്ഷൻസ് കൊടുത്താൽ മാത്രമേ ഇമ്മ്യൂണിറ്റി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അത് തെറ്റാണ്. നമ്മൾക്ക് ചിലപ്പോൾ ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചിക്കൻ പോക്സ് ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ. ചിക്കൻ പോക്സ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, രണ്ടാമത്തെ പ്രാവശ്യം വരത്തില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എന്താണ്, ഒരു പ്രാവശ്യം നമ്മൾക്ക് ഒരു അസുഖം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അതിന് എതിരെ പ്രവർത്തിക്കുന്ന കുറച്ച് ബോഡികൾ അല്ലെങ്കിൽ ഈ രോഗത്തിന് എതിരെ പ്രവർത്തിക്കുന്ന കുറച്ച് ശക്തികൾ നമ്മുടെ ശരീരത്തിൽ രൂപം പ്രാപിച്ചിട്ടുണ്ടാവും. അതിന് നമ്മൾ എന്ത് പറയും, അതിന് നമ്മൾ പറയുന്നതാണ് ആന്റിബോഡീസ്. ആന്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വീട്ടിൽ ആന്റി അല്ല, ആന്റിബോഡി. ആന്റി എന്ന് പറഞ്ഞാൽ അഗെയിൻസ്റ്റ് എന്നാണ് അർത്ഥം. ആന്റി എന്ന് പറഞ്ഞാൽ അഗെയിൻസ്റ്റ്, അതായത് എന്തെങ്കിലും ഒരു രോഗാണുവിന് എതിരെ പ്രവർത്തിക്കുന്ന. സോ അതിനാണ് നമ്മൾ ഈ ആന്റി എന്ന് പറയുന്നത്. അപ്പം അഗെയിൻസ്റ്റ് ആണ്. ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫോറിൻ ബോഡിക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി. സോ അതിനാണ് നമ്മൾ ആന്റിബോഡി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒന്നുകിൽ നമ്മൾ ഈ രോഗപ്രതിരോധ ശക്തി കിട്ടാനുള്ള മരുന്നുകൾ നമ്മൾ എതിരായിട്ട് കൊടുക്കും, അതിന് വാക്സിനേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, വളരെ ചെറിയ ഡോസിൽ ഈ രോഗം ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ രോഗം ഉണ്ടാക്കാൻ ശേഷിയുള്ള രോഗാണുക്കളെ നമ്മൾ ഈ ആൾക്കാരുടെ ഉള്ളിലേക്ക് കൊടുക്കും. മനസ്സിലായോ? അതായത് ഇപ്പോൾ എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് വെച്ചോളൂ, അതായത് എനിക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബോഡി കുറച്ചൊന്ന് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അപ്പൊ എന്താ ചെയ്യുക, എനിക്ക് ഒരു ചെറിയ ഡോസിൽ വൈറസിന് അല്ലെങ്കിൽ ബാക്ടീരിയ എൻ്റെ ശരീരത്തിലേക്ക് തരും. അപ്പൊ എന്താ സംഭവിക്കുക, എൻ്റെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശക്തി ഈ ചെറിയ വൈറസിനും ഈ ചെറിയ ബാക്ടീരിയക്കും എതിരെ പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാക്കും, ഈ ആന്റിബോഡിയെ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഈ ആന്റിബോഡിയെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഈ ആന്റിബോഡി കണ്ടമാനം അങ്ങ് വർദ്ധിച്ചു വരും. ഈ ആന്റിജൻ എന്ന് പറയുന്ന
ഈ രോഗാണു വളരെ ചെറുതാണ്. അപ്പൊ അതിന് എതിരെ ഒത്തിരി ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് ആ രോഗത്തിന് എതിരെയുള്ള അല്ലെങ്കിൽ രോഗ പ്രതിരോധ ശക്തി കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? സോ അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി. സോ എന്താണ് ഇമ്മ്യൂണിറ്റി? അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഒരിക്കലും ഡെഫിനിഷൻ ഒന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തില്ല, പക്ഷെ എന്താണ് അത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു പഠിക്കണം, എന്നെങ്കിലേ നമുക്ക് മറന്നു പോകാതെ പരീക്ഷയ്ക്ക് ഓർത്തെടുത്ത് ശരിയായിട്ടുള്ള ഉത്തരം എഴുതാനേ കഴിയത്തുള്ളൂ, അല്ലേ? സോ അതുകൊണ്ടാണ് പറയുന്നത് ഇമ്മ്യൂണിറ്റി എന്താണ്? എബിലിറ്റി ഓഫ് ആൻ ഓർഗാനിസം ടു റെസിസ്റ്റ് എ പെർട്ടിക്കുലർ ഇൻഫെക്ഷൻ. അത് എന്താണ് ഈ പെർട്ടിക്കുലർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ? സപ്പോസ് ഇപ്പം ഒരാൾക്ക് TB വരാതിരിക്കണം, ഓക്കെ, TB അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് വരാതിരിക്കണം. സോ ആ ചിക്കൻ ബോക്സിന് ചിക്കൻ ബോക്സ് വരാതിരിക്കാനുള്ള മരുന്ന് നമ്മൾ ഇവർക്ക് കൊടുക്കുക ചെയ്യുന്നത്. അതാണ് നമ്മൾ സാധാരണ ഈ എന്താണ് വാക്സിനേഷൻ എന്നൊക്കെ പറയുന്നത്. സോ ടു റെസിസ്റ്റ് എ പെർട്ടിക്കുലർ ഇൻഫെക്ഷൻ or toxin by the action of specific antibodies or sensitized WBC. അതായത് സ്പെസിഫിക് ആന്റിബോഡീസ് ഒന്നുകിൽ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന അവസ്ഥ നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ എന്താണ് സെൻസിറ്റൈസ്ഡ് WBC എല്ലാവർക്കും അറിയാം, അല്ലെ? എന്താണ് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ എന്നൊക്കെ നമ്മൾ പറയും. മെയിൻ ആയിട്ട് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ WBC വന്നിട്ട് എന്ത് ചെയ്യും? ഇവര് നമ്മുടെ പട്ടാളക്കാരെ പോലെയാണ്, അല്ലെ? അവര് വന്നിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും, അവരെ കീഴ്പ്പെടുത്തും. സോ ഈ രീതിയിലാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. ഓക്കെ, നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഇതാണ്. സോ മനസ്സിലായല്ലോ? സോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഇമ്മ്യൂണിറ്റി സാർ പറഞ്ഞു പല തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ല. അതായത് ചിലപ്പോൾ വാക്സിൻസ് കൊടുക്കും, അല്ലെങ്കിൽ ചെറിയ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കും എന്ന് പറഞ്ഞല്ലേ. സോ അതിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ അതിന് പ്രകാരം ഇതിന് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ പല തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതൊക്കെ നമ്മൾ റെഗുലർ ക്ലാസ്സിൽ കവർ ചെയ്യും. ഞാൻ ഇപ്പോൾ ആക്ച്വലി ഒരു ഡെമോ പർപ്പസിനായിട്ടാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പറഞ്ഞുതരാം, ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ പറഞ്ഞു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇന്നേറ്റ് വേഴ്സസ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻബോൺ, അല്ലെ? നമ്മൾ ജനിക്കുമ്പോഴേ ചില അസുഖങ്ങൾക്കെതിരെയുള്ള രോഗപ്രതിരോധ ശക്തി നമുക്ക് ഉണ്ടാകും. സോ അതിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അക്യൂർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന രോഗപ്രതിരോധ ശക്തിയാണ് ഈ അക്വയർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ദെൻ സെക്കൻഡ് എന്താണ്? നാച്ചുറൽ വേഴ്സസ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. എന്താണ് ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ ശരീരം സ്വമേധയാ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുകയാണ് എങ്കിൽ എന്ത് പറയും? നമ്മൾ അതിനെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതേസമയം ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്താണ്? നമ്മുടെ ശരീരം സ്വമേധയാ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കത്തില്ല, പകരം നമ്മൾ കുറച്ച് ഏജന്റ്സ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നു. സോ അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? ആക്റ്റീവ് വേഴ്സസ് പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഈ രോഗപ്രതിരോധ ശക്തി ആക്റ്റീവായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കും. പാസീവ് ആണെങ്കിലോ നമ്മുടെ ശരീരം ഒന്നും ചെയ്യുന്നില്ല, വേറെ ഇമ്മ്യൂണോഗ്ലോബുലിനോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നു. സോ അതിനെയാണ് നമ്മൾ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നാലാമത്തേത് എന്താണ്? ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഹേർഡ് എന്ന് പറഞ്ഞാൽ HERD. ഓക്കെ, അതിന്റെ അർത്ഥം ഒരു ഗ്രൂപ്പ് എന്നാണ് കേട്ടോ, അതാണ് ഹേർഡ് എന്ന് പറയുന്നത്. സോ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഓഫ് എ പോപ്പുലേഷൻ. ഓക്കെ, ഒരു വലിയൊരു പോപ്പുലേഷന്റെ ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ് കേട്ടോ. ഫസ്റ്റ് കാണുന്നത് എന്താണ്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ ഇമ്മ്യൂണിറ്റി develops as a result of infection. Okay, immunity develops as a result of infection or specific immunization. Okay, specific immunization by antibodies. Antibodies എപ്പോഴും സെയിം ആണ്, കാരണം ആന്റിബോഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് രോഗപ്രതിരോധ ശക്തി കിട്ടത്തുള്ളൂ. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? സോ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ ബോക്സ്, അല്ലെ? ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം നമുക്കത് വരാത്തതിന്റെ കാരണം എന്താണ്? ചിക്കൻ ബോക്സിന് എതിരെയുള്ള ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട്, ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. സോ അതുകൊണ്ടാണ് വരാത്തത്. അതാണ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്.
ദെൻ സ്പെസിഫിക് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് നമ്മൾ BCG വാക്സിൻ പലരും കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ ക്ഷയരോഗത്തിനെതിരെ അല്ലെങ്കിൽ TB എതിരെ നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് BCG വാക്സിൻ. അത് എപ്പോൾ കൊടുക്കും, എത്ര കൊടുക്കും, എങ്ങനെ കൊടുക്കും എന്നുള്ളതൊക്കെ നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. അത് നമ്മുടെ ഈ ക്ലാസ്സിന്റെ അവസാനത്തേക്ക് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ TB എതിരെ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആ കുട്ടിക്ക് TB വരുന്നില്ല. സോ അതാണ് ഈ സ്പെസിഫിക് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അത് എന്താ ചെയ്യുക, ഒരു ഡിസീസിനെ ടാർഗറ്റ് ചെയ്ത് അതിനെതിരെ പ്രവർത്തിക്കുന്നു, അതിനെയാണ് സ്പെസിഫിക് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ടൈപ്സ് ആണ് പറഞ്ഞേക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആണ്, ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അതായത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു പോവുക ചെയ്യുന്നത് കേട്ടോ. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്നും സെല്ലുലാർ ഇമ്മ്യൂണിറ്റി എന്നും, അല്ലെങ്കിൽ ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് കോമ്പിനേഷൻ ഓഫ് ബോത്ത്, അതായത് ഹ്യൂമറോ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയും. സോ ഈ പേരൊന്നും കേട്ട് ആരും പേടിക്കേണ്ട കാര്യമല്ല. എന്താണ് ഇതിൽ നിന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ നിന്ന് എന്തൊക്കെ ചോദിക്കും. സോ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഏത് സെൽസ് ആണ്, അല്ലെങ്കിൽ ആരാണ് മീഡിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ആരാണ് ഈ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി തരുന്നതെന്ന് ചോദിക്കും. സോ ഇത് മീഡിയേറ്റ് ചെയ്യുന്നത് ആരാണ്? B സെൽസ്. അപ്പൊ നിങ്ങൾ ഓർക്കുമല്ലോ, ഇതെങ്ങനെ ഞാൻ ഓർത്തിരിക്കും, ഇതെങ്ങനെ പരീക്ഷ ചോദിച്ചു ഞാൻ എങ്ങനെ എഴുതുന്നൊക്കെ നിങ്ങൾ ഓർത്തിരിക്കില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഹ്യൂമറൽ നമ്മൾ എങ്ങനെ എഴുതുക? H അല്ലേ. അപ്പൊ ഈ രീതിയിലുള്ള ഒത്തിരി ന്യൂമോണിക് നമ്മൾ റെഗുലർ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ. ഓർത്തിരിക്കാനുള്ള മെമ്മറി ട്രിക്സ് അല്ലെങ്കിൽ ടിപ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ ഞാൻ പറഞ്ഞുതരാം, മീഡിയേറ്റഡ് ബൈ B സെൽസ്. അപ്പൊ H നമ്മൾ ഇതാ ഇങ്ങനെ എഴുതി, B ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് B ആയല്ലേ. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം, കാരണം ഞാനൊക്കെ ഈ രീതിയിലാട്ടോ ഓർത്തിരുന്നത്. സോ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്താണ്? മീഡിയേറ്റഡ് ബൈ B സെൽസ്. എങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആന്റിബോഡീസിനെ പ്രവർത്തിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ആന്റിബോഡീസിനെ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഈ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നത്. അത് മീഡിയേറ്റ് ചെയ്യുന്ന സെൽസ് ആരാണ്? B സെൽസ്. സോ ഇതായിരിക്കും, ഈ രീതിയിലായിരിക്കും നമുക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, രണ്ടാമത്തേത് എന്താണ്? സെല്ലുലാർ ഇമ്മ്യൂണിറ്റി. സെല്ലുലാർ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ T സെൽസ്. ഓക്കെ, അതെങ്ങനെ നമ്മൾ ഓർത്തിരിക്കും? ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ T സെൽസ്. ഓക്കെ, T സെൽസ് അല്ലെങ്കിൽ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ആരാണ്? ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ T സെൽസ് ആണ്. അപ്പൊ ഇത് നമ്മളെങ്ങനെ ഓർത്തിരിക്കും? സെല്ലുലാർ അല്ലെ, അതിന് കുറെ എല്ലുണ്ടല്ലേ, 3 എല്ലുണ്ട് സെല്ലുലാറിന്. അപ്പൊ ആ ഒരു എല്ല് നമ്മൾ എഴുതുന്നു, അതിന്റെ കൂടെ മുകളിൽ വേറൊരു എല്ല് കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ അത് T സെൽസ് അല്ലേ. സോ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ആരാണ് മീഡിയേറ്റ് ചെയ്യുന്നത്? T സെൽസ്. സാധാരണ പിള്ളേര് പറയാറുണ്ട്, സാർ ഞങ്ങൾക്ക് ഈ ഹ്യൂമറലും സെല്ലുലാറും തമ്മിൽ മാറിപ്പോകാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനത് ഈ രീതിയിൽ പറഞ്ഞത്. H B സെൽസ് ആണ്, C ആണെങ്കിലോ ആ 2 എല്ലിനെടുത്ത് ഒരെണ്ണം നെടുകയും ഒരെണ്ണം കുറുകയും ഇടുന്നു. അപ്പൊ TI അല്ലെ, T സെൽസ്. എഫിഷ്യന്റ് ഫാഗോസൈറ്റിക് ആക്ഷൻ ആണ് ഇത്. എന്താണ് ഫാഗോസൈറ്റിക് ആക്ഷൻ എന്ന് പറഞ്ഞാല്? മൈക്രോ ഓർഗാനിസത്തിന് ഇവന്മാര് തിന്നുകളയോ അല്ലെ. സോ അതിനാണ് ഫാഗോസൈറ്റിക് ആക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ പേഷ്യൻസിന് HIV വന്നോ അല്ലെങ്കിൽ എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ ഏത് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുമെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് HIV അല്ലെങ്കിൽ എയ്ഡ്സിലെ ഈ സെല്ലുലാർ ഇമ്മ്യൂണിറ്റിയാണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അഫക്റ്റഡ് ഇൻ HIV ആൻഡ് എയ്ഡ്സ്, ഈ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി കേട്ടോ. അതുകൂടാതെ ചില മൈക്രോ ഓർഗാനിസത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് സെല്ലുലാർ ഇമ്മ്യൂണിറ്റി. അതായത് ആക്റ്റീവ് അഗെയിൻസ്റ്റ് മൈക്കോ ബാക്ടീരിയം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കും. മൈക്കോ ബാക്ടീരിയം, ദെൻ സാൽമോണല്ല, കാൻഡിഡ, ഇവയ്ക്ക് ഒക്കെ എതിരെ പ്രവർത്തിക്കുന്ന ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയാണ് സെല്ലുലാർ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുകൂടാതെ ഗ്രാഫ്റ്റ് റിജക്ഷൻ. ഓക്കെ, ഗ്രാഫ്റ്റ് റിജക്ഷനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് സെല്ലുലാർ ഇമ്മ്യൂണിറ്റി. എന്താണ് ഈ ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല. അതായത് ചില ആൾക്കാർക്ക് ഈ ബോഡി അല്ലെങ്കിൽ ബോഡിയിലെ പാർട്സ്, ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യും അല്ലെ. സോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വേറെ ഒരു ആളുടെ ശരീരത്തിൽ നിന്നുള്ള ഓർഗൻസ് ആയിരിക്കും ഈ രോഗിയുടെ ശരീരത്തിലേക്ക് വയ്ക്കുക. സോ ഈ രോഗിയുടെ സ്വന്തമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഈ ഓർഗാനിസത്തിനെ ഒരു ഫോറിൻ ബോഡി ആയിട്ട് കണ്ടുപിടിച്ച് ഈ ഫോറിൻ ബോഡിക്ക് എതിരെ പ്രവർത്തിക്കും. സോ അങ്ങനെയാണ് ഈ ഗ്രാഫ്റ്റ് റിജക്ഷൻ ഉണ്ടാവുക. സോ ഈ ഗ്രാഫ്റ്റ് റിജക്ഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി അല്ലെങ്കിൽ ഇത്രയും ഫോളോ ചെയ്യാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സോ നെക്സ്റ്റ് എന്താണ്? പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, പാസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്റ്റീവ് എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആണല്ലേ, എതിരാണ് ഈ പാസീവ് എന്ന് പറയുന്നത്. സോ ഈ പാസീവിൽ എന്താ സംഭവിക്കുന്നത്? റെഡിമെയ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ശരീരം ഒന്നും ചെയ്യുന്നില്ല, രോഗാണുവിന് എതിരെ പ്രവർത്തിക്കുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് എന്ത് ചെയ്യുന്നു?
പ്രൊഡ്യൂസ്ഡ് ഔട്ട്സൈഡ്, നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. സോ അതിനെയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ അതിന് കുറച്ച് എന്താണ് അഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് മെച്ചങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കോട്ടങ്ങളുണ്ട്. സോ നമുക്ക് നോക്കാം. റാപ്പിഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇമ്മ്യൂണിറ്റി, അതായത് നമുക്ക് റെഡിമെയ്ഡ് ഉടുപ്പൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇടാൻ പറ്റും അല്ലേ? സോ അതുപോലെ തന്നെ അപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്താണ്, നമുക്ക് എപ്പോഴാണോ ഈ ആന്റിബോഡീസ് കൊടുക്കുന്നത് ആ സമയം തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂണൈസ്ഡ് ആവുകയാണ്. പക്ഷെ എന്താണ്, ലാസ്റ്റിംഗ് ഫോർ എ ഷോർട്ടർ പീരീഡ്. ഒരു കോട്ടം കൂടെയുണ്ട്, ഒരു ഡിസഡ്വാൻറ്റേജ് കൂടെയുണ്ട്. കുറച്ച് നേരത്തേക്ക് മാത്രമേ ഈ പാസീവ് ഇമ്മ്യൂണിറ്റി ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്, ഇവർക്ക് മെമ്മറി സെൽസിന്റെ പ്രൊഡക്ഷൻ ഒന്നുമില്ല. മെമ്മറി സെൽസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗ പ്രതിരോധ അവസ്ഥ എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെതിരെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളത് പഠിച്ചു വെക്കും. അത് പഠിച്ചു വെച്ചിട്ട് നെക്സ്റ്റ് ടൈം, അടുത്ത പ്രാവശ്യം ഇതേ സെയിം രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ ഇവൻ മെമ്മറൈസ് ചെയ്തെടുക്കും, ഇവൻ എന്ത് ചെയ്യുന്നു, ഓർത്തെടുക്കുന്നു, ഇത് അന്ന് വന്ന ഓർഗാനിസം ആണ്, അപ്പൊ അവനെ ഈ രീതിയിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാം. സോ ആ ഒരു എന്താണ് മെമ്മറൈസേഷൻ എബിലിറ്റി ഈ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ ഇല്ല. സോ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ആന്റിവെനമാണ്. നമുക്കറിയാലേ ASV എന്നൊക്കെ പറയും, നമ്മൾ ആന്റി സ്നേക്ക് വെനം. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ASV കൊടുക്കാറുണ്ട്. സോ ചോദിക്കാറുണ്ട് എക്സാമിന്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് ചിലപ്പോൾ ഒരു വാക്സിനോ എന്തെങ്കിലും തന്നിട്ട് അത് ഏത് ടൈപ്പ് ഇമ്മ്യൂണിറ്റി ആണ് തരുന്നതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു വാക്സിൻ തന്നിട്ട് അത് ഏത് ടൈപ്പ് വാക്സിൻ ആണെന്നൊക്കെ ചോദിക്കാം കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യും. സോ ആന്റിവെനം നമുക്ക് തരുന്ന എന്താണ്, പാസീവ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓരോ ഏജന്റ് തന്നിട്ട് ആ ഏജന്റ് ഏത് ടൈപ്പ് ഇമ്മ്യൂണിറ്റി ആണ് നമുക്ക് തരുന്നത് എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അതിലൊന്നാണ് ഈ വാക്സിനേഷൻ. വാക്സിനേഷൻ നമ്മൾ ഈ കുത്തിവെക്കുമല്ലോ. സോ വാക്സിനേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഇമ്മ്യൂണിറ്റിയാണ് കിട്ടുന്നത്, അത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സ്വമേധയാ കിട്ടുന്നതല്ല, അല്ലെങ്കിൽ നമുക്ക് നോർമലി നാച്ചുറലി കിട്ടുന്ന ഒരു സാധനമല്ല, പകരം നമ്മളത് ഉണ്ടാക്കിയെടുക്കുകയാണല്ലേ. സോ അതുകൊണ്ടാണ് അതിന് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിന് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാനുള്ള കാരണം എന്താണ്, പലപ്പോഴും ഈ വാക്സിൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ രോഗാണുവിനെ അതിന്റെ രോഗം ഉണ്ടാക്കാനുള്ള ശക്തിയെ നമ്മൾ കുറച്ചതിന് ശേഷം ഈ രോഗാണുവിനെ ചെറിയ ഡോസിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് തരുന്നത്. സോ അപ്പം ചെറിയ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ അളവിൽ രോഗാണുവിനെ തരുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി അതിനെതിരെയുള്ള ആന്റിബോഡീസിനെ ഉണ്ടാക്കുന്നുണ്ടാവില്ലേ. സോ അതുകൊണ്ടാണ് ഇതിനെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മുടെ ബോഡി ഈ രോഗാണുവിന് എതിരെയുള്ള ആന്റിബോഡീസിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അതിന് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ എന്ന് പറയാനുള്ള കാരണം എന്താണ്, നമുക്കത് രോഗം വന്നിട്ടൊന്നും കിട്ടുന്നതല്ല, നമ്മുടെ ശരീരം സ്വമേധയാ ഉൽപ്പാദിപ്പിക്കുന്നതല്ല ഈ ആന്റിബോഡീസിന്. പകരം എന്താണ്, ഈ ഒരു ഏജന്റ് നമ്മുടെ പുറത്തുനിന്ന് കൊടുക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് എന്താണ്, ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പം ആർട്ടിഫിഷ്യൽ നമുക്ക് മനസ്സിലായല്ലോ, നമ്മൾ പുറത്തുനിന്ന് ഒരു ഏജന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്. പാസീവ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുന്നത്. സോ അതിന്റെ എക്സാമ്പിൾ ആണ് ആന്റി സിറം, പിന്നെ ASV. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആന്റി സ്നേക്ക് വെനം. ASV, then immunoglobulin. ഇതൊക്കെ ഈ ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിൾ ആണ്. സോ നിങ്ങൾ ഇത് എങ്ങനെ പഠിക്കുക, ഇത് ഒരു ടേബിൾ പോലെ ഉണ്ടാക്കി വെക്കുക. ഒരു നോട്ടില് ഒരു ടേബിൾ പോലെ ഉണ്ടാക്കി വെക്കുക, 4-5 പ്രാവശ്യം അത് വായിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ദിവസം ഇതങ്ങ് വായിച്ചു കഴിഞ്ഞിട്ട് ഓർത്തെടുക്കുക. വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല, വായിച്ചു കഴിഞ്ഞിട്ട് ഇത് ഓർത്തെടുക്കുക. ആദ്യം ഒന്നും നമുക്ക് കിട്ടത്തില്ല, പക്ഷെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഓർമ്മ വരും. സോ നെക്സ്റ്റ് എന്താണ്, നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. നമ്മൾ ഇവിടെ കണ്ടത് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. ഇവിടെ എന്താണ്, നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. എന്താണ് ഈ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി? അതായത്
ഇമ്മ്യൂണിറ്റി നമുക്കുണ്ടാകുന്നു. എങ്ങനെ ഉണ്ടാകുന്നു? ഡ്യൂ ടു ക്ലിനിക്കൽ ഇൻഫെക്ഷൻ. ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ രോഗവുമായിട്ട് നമ്മളൊരു ക്ലിനിക്കൽ ചികിത്സയ്ക്കായിട്ട് പോകുന്നു അല്ലെ. കാരണം എന്താണ്? നമുക്കറിയാം നമുക്ക് രോഗമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ക്ലിനിക്കൽ ചികിത്സയ്ക്കായിട്ട് പോകുന്നത്. സോ അതിനെയാണ് ഈ ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് രോഗത്തിന്റെ സിംറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ രോഗത്തിന്റെ ലക്ഷണങ്ങളുണ്ട്. സോ അതിനെയാണ് നമ്മൾ ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ. അതെന്താണ് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ? ഇപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മറക്കത്തില്ല കേട്ടോ. സബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താഴെ എന്നാണ് കേട്ടോ. താഴെ, അതായത് നമുക്ക് ക്ലിനിക്കലി പോകാനുള്ള വലിയ അസുഖമൊന്നുമില്ല. അത് കാരണം എന്താണ്? നമ്മൾ അതിന്റെ രോഗലക്ഷണം മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഈ രോഗം അതിന്റെ സിംറ്റംസ് പ്രകടിപ്പിക്കുന്നില്ല. ഓക്കെ, സോ നമുക്കൊരു അസുഖം വന്നാൽ അതിന്റെ സിംറ്റംസ് വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത് എനിക്ക് എന്തോ രോഗമുണ്ടെന്ന്. സോ ഇവിടെ എന്താണ്? ഒരു സിംറ്റവും കാണിക്കുന്നില്ല. അപ്പം സോ അത് കാരണവും അതിനാണ് നമ്മൾ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ കാരണവും ഈ നാച്ചുറൽ ആയിട്ടുള്ള ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നാലാമത്തെ ടൈപ്പാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. എന്താണ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി? നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അല്ലെ, പ്രകൃതിദത്തമായി നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ വേറെ ഏജൻസ് ഒന്നും കൊടുക്കുന്നില്ല. പാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുമില്ല. സോ അതിന്റെ എക്സാമ്പിൾ എന്താണ്? IgG. ഓക്കെ, IgG എന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ കേട്ടോ. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്താണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ? നമ്മുടെ ആന്റിബോഡി നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ഒരു സാധനം തന്നെയാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി തരാൻ വേണ്ടി നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓക്കെ, സോ ഇമ്മ്യൂണോഗ്ലോബുലിൻ G. ഓക്കെ, ഇത് പല തരത്തിലുണ്ട്, നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. സോ ഈ IgG ആർക്ക് കിട്ടുന്നു? കുഞ്ഞിന് കിട്ടുന്നു ത്രൂ പ്ലാസെന്റ. ഓക്കെ, പ്ലാസെന്റ നമുക്ക് അറിയാം അല്ലെ, നമ്മുടെ മറുപിള്ള എന്നൊക്കെ പറയുന്ന സാധനം അല്ലെ. നമ്മുടെ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കും. കുഞ്ഞിന് എല്ലാ രക്തവും ന്യൂട്രീഷനും ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ പ്ലാസെന്റ വഴിയാണല്ലേ. സോ ഈ IgG ത്രൂ പ്ലാസെന്റ എന്തിന്റെ എക്സാമ്പിൾ ആണ്? നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. അത് കൂടാതെ തന്നെ IgA ഉണ്ട്, അതും ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. A ത്രൂ ബ്രസ്റ്റ് മിൽക്ക്, അതായത് അമ്മയുടെ മുലപ്പാലിലൂടെ കുട്ടിക്ക് രോഗപ്രതിരോധ ശക്തി കിട്ടുന്നുണ്ട്. സോ അതും ഈ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇത് ഇത്രയും മനസ്സിലായല്ലോ. വളരെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക, കാരണം ഇവിടെ നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് ഒരു കാര്യം പറഞ്ഞല്ലേ. സോ അതെന്താണ്? ഞാൻ അവിടെ പറഞ്ഞു പോയി. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു വലിയൊരു പോപ്പുലേഷന് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ പറയുന്നത് ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഡിറ്റർമിൻഡ് ബൈ, എങ്ങനെ അത് ഡിറ്റർമിൻ ചെയ്യുന്നത്? സിറോളജിക്കൽ സർവേ. ഓക്കെ, എന്താണ് സിറോളജിക്കൽ സർവേ എന്ന് പറയുന്നത്? നമ്മളെ ബ്ലഡ് എടുത്തിട്ട് അത് സ്റ്റഡി ചെയ്ത് നോക്കണം അല്ലേ. സോ അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക ഈ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾ ആണ് ഡിഫ്തീരിയയും പോളിയോ. ഓക്കെ, സോ ഹേർഡ് ഇമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിൾ ആണ് ഡിഫ്തീരിയ, പോളിയോ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനിയാണ് നമ്മുടെ വാക്സിനേഷൻ എന്താണ്, അല്ലെങ്കിൽ വാക്സിൻ എന്താണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എന്താണ് വാക്സിൻ? വാക്സിൻസ് ആർ ഇമ്മ്യൂണോ ബയോളജിക്കൽ സബ്സ്റ്റൻസസ്. ഓക്കെ, ഇമ്മ്യൂണോ ബയോളജിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി കിട്ടാൻ നമുക്ക് കിട്ടുന്ന സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ സാധനങ്ങളാണ്. ഇത് എന്താ ചെയ്തിരിക്കുന്നത്? ഡിസൈൻ ടു പ്രൊഡ്യൂസ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഡിസൈൻഡ് ടു പ്രൊഡ്യൂസ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, അതായത് ഒരു രോഗത്തിന് എതിരെ നമുക്ക് രോഗപ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടി. ഓക്കെ, അതിനാണ് നമ്മൾ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഗിവൺ ഡിസീസ്. സോ അതിനാണ് നമ്മൾ വാക്സിനേഷൻ എന്ന് പറയുന്നത്. സോ ഇതിന് നമ്മൾ കാണാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വാക്സിൻസ് ആണ്. ഇവിടെ നിന്ന് ഉറപ്പാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇന്നത്തെ ഡേറ്റും ഇന്നത്തെ തീയതിയൊക്കെ, ഇന്നത്തെ ഡേറ്റും ഇന്നത്തെ സമയമൊക്കെ വെച്ച് തന്നെ എഴുതി വെച്ചോളൂ. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഈ ടൈപ്സ് ഓഫ് വാക്സിനിൽ മിനിമം ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നൊന്നല്ല, ചിലപ്പോൾ 3 or 4 ഒക്കെ ചോദിക്കും കേട്ടോ ഇവിടെ നിന്ന്. സോ ടൈപ്സ് ഓഫ് വാക്സിൻ എന്താണ്? ഒന്നാമത്തേത് ലൈവ് ആക്ടിനുവേറ്റഡ്. ഓക്കെ, ഈ പേരൊന്നും കണ്ട ആരും പേടിക്കണ്ട. ലൈവ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ജീവനുള്ളത്, ആരെയും കൊന്നിട്ടില്ല. അതായത് നമുക്ക് രോഗം ഉണ്ടാക്കുന്ന രോഗാണുവിനെ, അത് വൈറസ് ആയിക്കോട്ടെ ബാക്ടീരിയ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അവനെ നമ്മൾ കൊന്നിട്ടില്ല. ഓക്കെ, സോ ലൈവ്, അവന് ജീവനുണ്ട്. ഈ അറ്റന്യൂറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റന്യൂറ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റിഡക്ഷൻ ഓഫ് വിറുലൻസ് എന്നാണ്. റിഡക്ഷൻ ഓഫ് വിറുലൻസ്. ഓക്കെ, വിറുലൻസ്.
വിറുലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിറുലൻസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു രോഗാണുണ്ട്. ഈ രോഗാണു എന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാല് ആ രോഗാണു കാരണം എനിക്ക് അസുഖമുണ്ടാകാനുള്ള സാധ്യത, മനസ്സിലായോ? അതായത് അതൊരു രോഗാണുവിന്റെ ശക്തിയാണ് അല്ലെങ്കിൽ എബിലിറ്റിയാണ്. എന്തിനുള്ള എബിലിറ്റിയാണ്? അവൻ കയറി പിടിക്കുന്ന മനുഷ്യന് അല്ലെങ്കിൽ വ്യക്തിക്ക് രോഗം കൊടുക്കാനുള്ള അവന്റെ കഴിവിനെ, ആ രോഗാണുവിന്റെ കഴിവിനെയാണ് നമ്മൾ വിറുലൻസ് എന്ന് പറയുന്നത്. സോ ഈ ലൈവ് അറ്റൻയൂറ്റഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള ഒരു വൈറസിന് അല്ലെങ്കിൽ ജീവനുള്ള ഒരു ബാക്ടീരിയ നമ്മൾ ഈ ആൾക്ക് കൊടുക്കുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ രോഗാണുവിന് രോഗമുണ്ടാക്കാനുള്ള ശക്തി നമ്മൾ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ ലൈവ് വാക്സിൻസ് കൊടുത്തു കഴിഞ്ഞാലും ആൾക്കാർക്ക് അസുഖം വരാത്തത്. സോ അവിടെ വേറെ ഒന്ന് രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ ലൈവ് വാക്സിൻസ് ആർക്ക് കൊടുക്കരുത്? അതായത് പ്രഗ്നന്റ് മദേഴ്സിന് കൊടുക്കരുത്. കാരണം പ്രഗ്നന്റ് മദേഴ്സിന് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞിന് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് സ്റ്റേറ്റ്സ് എന്ന് പറയും. അതായത് ഒരു വ്യക്തിയുടെ ശാരീരിക അവസ്ഥ എന്താണ്? അവന് രോഗം വരാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു അവസ്ഥ. അതായത് അവന്റെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സ്റ്റേറ്റസ് വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവന് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ? സോ അപ്പൊ അവന് ഈ രോഗം ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കഴിവുള്ള ആ കഴിവ് കുറച്ചിട്ടുള്ള ഓർഗാനിസം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ അസുഖം വരുവേ. സോ അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നന്റ് മദേഴ്സിന് കൊടുക്കത്തില്ല. രണ്ടാമതായിട്ട് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് സ്റ്റേറ്റ്സ്, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങളുള്ളവർ അല്ലെങ്കിൽ HIV AIDS ഒക്കെ ഉള്ളവർക്ക് നമ്മൾ സാധാരണ ലൈവ് വാക്സിൻസ് കൊടുക്കാറില്ല. സോ അതും ഒരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അതില് ലൈവ് ഇവിടെ നിന്ന് പിന്നെയും ചോദിക്കാം, ഈ എക്സാമ്പിൾ വെച്ചിട്ട് ചോദിക്കാം കേട്ടോ. ഇത് ഒരു വാക്സിന്റെ പേര് തന്നിട്ട് ഇവൻ ഏത് ടൈപ്പ് വാക്സിൻ ആണെന്ന്. സോ ഇതിന്റെ ഡീറ്റെയിൽ, ഇതിന്റെ ഒരു ന്യൂമോണിക് ഒക്കെ വെച്ച് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലാസ്റ്റ് പഠിക്കും കേട്ടോ. നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ടിപ്സ് ഒക്കെ തന്നെ നമ്മൾ പറയും. സോ എന്നാലും നമുക്കിത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാം. ബാക്ടീരിയൽ എന്താണ്? BCG വാക്സിനും ഓറൽ ടൈഫോയിഡ്, ഓക്കെ, ടൈഫോയിഡിന്റെ ഓറലി കൊടുക്കുന്ന വാക്സിനും ബാക്ടീരിയൽ ലൈവ് വാക്സിൻസിന് എക്സാമ്പിൾ ആണ്. പിന്നെന്താണ്? വൈറൽ വാക്സിൻ. ഓക്കെ, വൈറൽ വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വൈറസിനെയാണ് ഈ അതിന്റെ രോഗം ഉണ്ടാക്കാനുള്ള ശക്തിയൊക്കെ കുറച്ച് കൊടുക്കുന്നത്. ഇവിടെ എന്താണ് കൊടുക്കുക? ബാക്ടീരിയ കൊടുക്കുക. ബാക്ടീരിയയിൽ അതേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ വൈറൽ വാക്സിൻസിന്റെ എക്സാമ്പിൾ എന്താണ്? OPV, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് സാബിൻ വാക്സിൻ. ഓക്കെ, OPV എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ. നമ്മൾ വായിൽ കൂടെ കൊടുക്കുന്ന ആ തുള്ളി വരുന്നില്ലേ, അവനാ സംഭവം കേട്ടോ. അത് അവന്റെ വേറൊരു പേരാണ് സാബിൻ. അപ്പൊ നമ്മൾ അത് എങ്ങനെ ഓർക്കും? സാബിൻ എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ പേരാണ്. അപ്പൊ നമുക്ക് അത് അങ്ങനെ തന്നെ ഓർക്കാം. സാബിനാണ് നമുക്ക് എന്താ OPV തരാനായിട്ട് വരുന്നത് അല്ലേ? സോ നമുക്ക് OPV അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ തരാൻ വരുന്ന നമ്മുടെ JPHന്റെ പേരെന്താണ്? സാബിൻ. അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. സോ അതുകൂടാതെ MMR വാക്സിൻ, ദെൻ MR വാക്സിൻ, പിന്നെ റുബെല്ല വാക്സിൻ, ഇതൊക്കെ നമ്മുടെ വൈറൽ ലൈവ് അറ്റൻയൂറ്റഡ് വാക്സിൻസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് കിൽഡ് വാക്സിൻ. ഓക്കെ, കിൽഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രോഗാണുവിനെ തല്ലി കൊന്നിട്ടാണ് അവനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് തരുന്നത്. സോ അതുകൊണ്ട് അവൻ ചത്തുപോയി, അപ്പം അവൻ ഒരിക്കലും നമ്മൾക്ക് രോഗം തരത്തില്ല. സോ എക്സാമ്പിൾ എന്താണ്? ബാക്ടീരിയല് പ്ലേഗ്. ഓക്കെ, പ്ലേഗും കോളറയും ഒക്കെ ഈ കിൽഡ് വാക്സിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ പ്ലേഗ് ആരാ പരത്തുന്നത്? പ്ലേഗ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആരാണ്? പ്രിഡോമിനന്റ്ലി റാറ്റ് ആണ് അല്ലെ, എലിയാണ്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ പഠിച്ചത് ഈ പ്ലേഗ് വന്ന എലിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? തല്ലി കൊല്ലുന്നു അല്ലെ. സോ അതാണ് ഈ കിൽഡ് വാക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരിക. അതുപോലെ വൈറസിനെ ആണെങ്കിലോ IPV നമ്മൾ പറയും. IPV എന്ന് പറഞ്ഞാല് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണ്. അത് നമ്മൾ സാധാരണ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. സോ അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് സാക്ക്. ഓക്കെ, സാക്ക്. അപ്പൊ സാക്കിന്റെ വേറൊരു പേരാണ് IPV. എങ്ങനെ ഓർത്തിരിക്കാം? രണ്ടിലും ഇതിനൊരു I ഉണ്ട്, ഇതിനൊരു സ്മോൾ L ഉണ്ട്. രണ്ട് ഏകദേശം ഒരുപോലെ അല്ലേ ഇരിക്കുന്നത്. സോ അങ്ങനെ നമുക്കത് ഓർത്തിരിക്കാം കേട്ടോ. IPV ഓർ സാക്ക് വാക്സിൻ. പിന്നെന്താണ്? റാബീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റാബീസ് എന്ന് പറഞ്ഞാൽ പേവിഷം അല്ലെ, പേവിഷബാധ. അപ്പൊ പേ വന്ന പട്ടിയെ നമ്മൾ തല്ലിക്കൊന്നു അല്ലെ. സോ അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഈ കിൽഡ് വാക്സിൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ JE അല്ലെങ്കിൽ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ ജപ്പാൻ ജ്വരം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സോ ഇതും കിൽഡ് വാക്സിൻ. ഓക്കെ, കിൽഡ് വാക്സിന് എക്സാമ്പിൾ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ടോക്സോയിഡ്. ഓക്കെ, ടോക്സോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പോണന്റ് ഉണ്ട് നമ്മുടെ വാക്സിനിലെ. സോ അതിന്റെ എക്സാമ്പിൾ എന്താണ്? DPT. ഓക്കെ, DPT എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്തീരിയയ്ക്കും പെർട്ടൂസസിനും ടെറ്റനസിനും ഒക്കെ എതിരെ എടുക്കുന്ന ഈ 3 അസുഖങ്ങൾക്കും എതിരെ ഒരുമിച്ചെടുക്കുന്ന വാക്സിനാണ് നമ്മൾ DPT എന്ന് പറയുന്നത്. സോ നമ്മൾ ടെറ്റനസ് സാധാരണ എങ്ങനെ അത് പറഞ്ഞു കേൾക്കുക? നമ്മൾ TT എന്നല്ലേ പറയാം. TT, ടെറ്റനസ്, ടോക്സോയിഡ്. അവിടെ തന്നെ ഉണ്ട് ഈ ടോക്സോയിഡ്. സോ അതുകൊണ്ട് ഈ DPT, അപ്പം ടെറ്റനസ്, ടോക്സോയിഡ്, TT, TD, then TT. അപ്പൊ ഇതെല്ലാം ടോക്സോയിഡിന് എക്സാമ്പിൾ ആണ്.
അതുകൂടാതെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും ടോക്സോയിഡിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഈ രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, പിന്നെ നാലാമത്തെ ടൈപ്പ് ഓഫ് വാക്സിൻ എന്താണ്? സബ് യൂണിറ്റ് വാക്സിൻ. ഓക്കെ, സബ് യൂണിറ്റ് വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ലൈവും കിൽഡും ഒക്കെ പറഞ്ഞല്ലോ, അവിടെ നമ്മൾ ഒരു വൈറസിനെ മുഴുവനായിട്ടാണ് ഇവന് കൊടുക്കുന്നത്. ചിലപ്പോൾ മരിച്ചുപോയ വൈറസ് ആയിരിക്കും, അല്ലെങ്കിൽ ജീവനുള്ള വൈറസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്താണ്? ഈ വാക്സിന്റെ ഒരു പാർട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ മനുഷ്യന്റെ കയ്യോ കാലോ കൊടുക്കുന്നത് പോലെ ഈ വൈറസിന്റെ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഒരു പാർട്ട്, അത് ചിലപ്പം പ്രോട്ടീൻ ആയിരിക്കാം. ഓക്കെ, പ്രോട്ടീനോ അങ്ങനെ എന്തെങ്കിലും ഒരു പാർട്ട് മാത്രമായിരിക്കും നമ്മൾ രോഗിക്ക് കൊടുക്കുക. സോ അതിനെയാണ് നമ്മൾ സബ് യൂണിറ്റ് വാക്സിൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്താണ്? ടോക്സോയിഡ്സില് ഡിഫ്തീരിയ ടെറ്റനസ് സബ് യൂണിറ്റ് വാക്സിൻ ആണ്. റീകോംബിനന്റ് പ്രോട്ടീൻ വാക്സിൻ, ഓക്കെ, അത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ദെൻ കോൺജുഗേറ്റഡ് വാക്സിൻ, ന്യൂമോകോക്കൽ, മെനിഞ്ചോകോക്കൽ വാക്സിൻ, ഇവന്മാരൊക്കെ എന്താണ്? ഈ സബ് യൂണിറ്റ് വാക്സിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പം ഈ ടോക്സോയിഡ് എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം സബ് യൂണിറ്റിന്റെ അണ്ടറിൽ വരും. അത് മാത്രമല്ല റീകോംബിനന്റ് പ്രോട്ടീൻ വാക്സിനും സബ് യൂണിറ്റിന്റെ അണ്ടറിൽ വരും. കോൺജുഗേറ്റഡ് വാക്സിനും എന്താണ്? സബ് യൂണിറ്റ് വാക്സിൻസിന്റെ അണ്ടറിൽ വരും. സോ അത് ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. പിന്നെ ഈ വാക്സിൻ നമ്മൾ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ ആ വാക്സിൻ മാത്രമല്ല കൊടുക്കുക, അല്ലെങ്കിൽ ആ രോഗാണുവിനെ മാത്രമല്ല കൊടുക്കുക, അതിന്റെ കൂടെ നമ്മൾ വേറെ 1-2 സാധനങ്ങൾ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. എക്സാമിന് ഇവിടെ നിന്ന് സാധാരണ ചോദിക്കാറില്ല. ഓക്കെ, പക്ഷെ എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാണ്. അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സാധനമാണ് ഒന്ന് അഡ്ജുവന്റ്. കാരണം എന്താണ്? നിങ്ങൾ നാളെ GPH-നായിട്ട് കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കാനുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് അഡ്ജുവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസസ് വിച്ച് എൻഹാൻസ് ദ പൊട്ടൻസി ഓർ ഇമ്മ്യൂൺ റെസ്പോൺസ്. നമ്മൾ ഒരു വാക്സിൻ കൊടുക്കുമ്പോൾ ആ വാക്സിന്റെ പൊട്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്സിന് രോഗപ്രതിരോധ ശേഷി കൊടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ പൊട്ടൻസി എന്ന് പറയുന്നത്. സോ ഈ പൊട്ടൻസിയെ എൻഹാൻസ് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് അഡ്ജുവന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ അലുമിനിയം സോൾട്ടും വൈറോസോമും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത് എന്താണ്? ആന്റിബയോട്ടിക്സ്. ഓക്കെ, ആന്റിബയോട്ടിക്സ് നമ്മൾ സാധാരണ നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ കഴിക്കുന്നതാണ് ആന്റിബയോട്ടിക്സ്. സോ ഇവിടെ അതുപോലെയാണ് തന്നെയാണ് യൂസ് ഡ്യൂറിങ് മാനുഫാക്ചർ ഓഫ് വാക്സിൻസ് ടു പ്രിവെന്റ് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ. ഓക്കെ, ബാക്ടീരിയൽ കണ്ടാമിനേഷൻ, അതായത് ഈ ഇമ്മ്യൂണൈസേഷനിൽ ഈ കണ്ടാമിനേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത സാധനങ്ങളെയാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ MMR വാക്സിനിലെ നിയോമൈസിൻ ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. സോ അതാണ് ആന്റിബയോട്ടിക്സ്. പിന്നെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യും കേട്ടോ. എന്തിനാണ്? അത് ചീത്തയായി പോകാതെ, അല്ലെങ്കിൽ വാക്സിൻ ചീത്തയായി പോകാതെ നമ്മൾ ദീർഘകാലം നമുക്കത് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും. സോ ഫോമാൽഡിഹൈഡ് ആണ് കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അതുകൂടാതെ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ ആഡ് ചെയ്യും. എന്തിനാണ്? ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും പിന്നെ സ്റ്റെബിലിറ്റിയും ഒക്കെ നിലനിർത്താൻ വേണ്ടി നമ്മൾ സ്റ്റെബിലൈസർ ആഡ് ചെയ്യും. സോ അതിന് എക്സാമ്പിൾ ആണ് ഫ്രീസ് ഡ്രൈയിങ്. ഓക്കെ, സോ ചിലപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. മാത്രമല്ല നാളെ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പാസീവ് ഇമ്മ്യൂണൈസേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ പാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡി ഈ ഇമ്മ്യൂണൈസേഷൻ കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കാരണം നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള വാക്സിൻസ് കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ അതിനെയാണ് നമ്മൾ പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓക്കെ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് ഈ പാസീവ് ഇമ്മ്യൂണൈസേഷന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുക. സോ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരിടത്ത് G-യും A-യും പറഞ്ഞു അല്ലെ പാസീവിന്റെ എക്സാമ്പിൾ ആയിട്ട്. സോ ഈ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞാല് നമ്മളത് എങ്ങനെ ഓർത്തിരിക്കും? ഗെയിംഡ് എന്ന് ഓർത്താൽ മതി കേട്ടോ. വളരെ ഈസിയാണ്. ഗെയിംഡ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഗെയിംഡ് എന്ന് ഓർത്താൽ മതി. അതായത് IgG, IgA, IgM, IgE ആൻഡ് IgD. ഓക്കെ, സോ അതാണ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഗെയിംഡ് എന്ന് ഓർക്കുക. ഓക്കെ, സോ ഇനി ഇമ്മ്യൂണോഗ്ലോബുലിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. അത് നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും. അവിടെ നിന്നും എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇയേഴ്സ് ആണ്. അതായത് ഇമ്മ്യൂണൈസേഷനുമായിട്ട് അല്ലെങ്കിൽ വാക്സിനേഷനുമായിട്ട് റിലേറ്റ് ആയി വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങൾ പഠിക്കാനുണ്ട്. ഇതും നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ, ഈ ഏരിയയിൽ തന്നെ. സോ അപ്പം ഗ്ലോബൽ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ EPI എന്നൊക്കെ പറയും. EPI എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, സോ അത് WHO ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ വർഷമാണ് 1974 കേട്ടോ. മറന്നു പോകരുത്, ചോദിക്കാം. അതേസമയം ഈ EPI ഉണ്ടല്ലോ, WHO ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ് 1974. അതേസമയം ഈ EPI ഇന്ത്യയിൽ വന്ന വർഷം എന്നാണ്? 1978 ആണ്. 1978. നെക്സ്റ്റ് യൂണിവേഴ്സൽ ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ. അതായത് യൂണിവേഴ്സൽ ആയിട്ട് അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും
കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കണമെന്ന് യുണിസെഫ് ആ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ് 1985. ഓക്കെ, നെക്സ്റ്റ് എന്താണ് UIP? UIP എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ഈ 1985 നവംബർ 19 ഓക്കെ. അതുകൂടാതെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ, പൾസ് പോളിയോ. അതിനെ കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്, പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യും. സോ PPE എന്ന് പറഞ്ഞാൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തുള്ളി മരുന്നായിട്ട് കൊടുക്കുമല്ലേ, 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ തുള്ളി മരുന്നായിട്ട് കൊടുക്കും, 2 തുള്ളി അല്ലേ. സോ ഈ PPE ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ് 1995. അവസാനമായിട്ട് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ക്രിസ്മസിന്റെ അന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2014. ഇന്നേക്ക് 10 വർഷം മുന്നേ. ഓക്കെ, 2014 ഡിസംബർ മാസം ക്രിസ്മസിന്റെ 25-ാം തീയതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ കാരണം എന്താണ്? ഈ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞു കുട്ടികൾക്കും, അതുകൂടാതെ എല്ലാ പ്രഗ്നന്റ് മദേഴ്സിനും 100% ഇമ്മ്യൂണൈസേഷൻ കവറേജ് കിട്ടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ മിഷൻ ഇന്ദ്രധനുഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോൾഡ് ചെയിൻ. ഓക്കെ, എന്താണ് കോൾഡ് ചെയിൻ? ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എക്സാമിന് ഉറപ്പാണ്, നിങ്ങൾ എഴുതി വെച്ചോളൂ. JPC എക്സാമിന് ഇവിടെ നിന്ന് മിനിമം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ എന്താണ് കോൾഡ് ചെയിൻ? അതൊരു സിസ്റ്റം ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാക്സിൻസ് ആണ്. അതായത് വാക്സിൻ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുക്കാനായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. എങ്ങനെയാണ്? അറ്റ് ലോ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ കുറച്ചു വെച്ചിട്ട് നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. എവിടെ നിന്നാണ്? ഫ്രം മാനുഫാക്ചറർ, അതായത് ഈ വാക്സിൻസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ടു ദ ആക്ച്വൽ വാക്സിനേഷൻ സൈറ്റ്. യഥാർത്ഥത്തിൽ നമ്മൾ വാക്സിനേഷൻ കൊടുക്കാൻ ഉള്ള സൈറ്റിലേക്ക് ഈ വാക്സിൻസിനെ സ്റ്റോർ ചെയ്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു മെയിൻറ്റെയിൻ ദ പേറ്റൻസി ഓഫ് വാക്സിൻ. ഓക്കെ, വാക്സിന്റെ പേറ്റൻസി അല്ലെങ്കിൽ വാക്സിന്റെ പൊട്ടൻസി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, പൊട്ടൻസി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ വാക്സിന്റെ ഇഫക്റ്റീവ്നെസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് നമ്മൾ ഈ കോൾഡ് ചെയിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഹീറ്റ് സെൻസിറ്റിവിറ്റി. ഓക്കെ, അതായത് ഈ ചിലപ്പോൾ ചില വാക്സിൻസിന് ചൂട് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻസി പോകും, അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ്നെസ് പോകും. സോ ആ ബേസ്ഡ് ഓൺ ഹീറ്റ് സെൻസിറ്റിവിറ്റി വാക്സിൻസ് നമ്മൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്? 6 കാറ്റഗറി ആയിട്ട് കേട്ടോ, 6 കാറ്റഗറി ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ A to F എന്നാ പറയുന്നത് കേട്ടോ, ഗ്രൂപ്പ് A to F. സോ എയും F ഒന്നും മിക്കവാറും ചോദിക്കാറില്ല, പക്ഷേ ചോദിക്കാറുള്ളത് ഏറ്റവും ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻ ഏതാണെന്ന് ചോദിക്കും. സോ അതാണ് ഫ്രം മോസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ്. ചില വാക്സിൻസ് എന്താണ്, ചെറുതായിട്ടൊന്ന് ചൂട് അടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഇഫക്റ്റീവ്നെസ് എല്ലാം നഷ്ടപ്പെടും. സോ അതാണ് നമ്മൾ പറയുന്നത് മോസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എയിലാണ് വരുന്നത്. എക്സാമ്പിൾ OPV ആണ് കേട്ടോ, ഓറൽ പോളിയോ വാക്സിൻ ആണ് ഈ മോസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് എന്ന് പറയുന്ന വാക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ടു ദ ലീസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ചൂടടിച്ചു കഴിഞ്ഞാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ്സിന് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അതിനാണ് ഗ്രൂപ്പ് F എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും ഹിബ്, അതായത് ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ബി വാക്സിനുമാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാക്സിൻസ് സെൻസിറ്റീവ് ടു ലൈറ്റ്, അതായത് പ്രകാശം. നേരത്തെ നമ്മൾ പറഞ്ഞത് ചൂടാണ്, ഇവിടെ പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന ചില വാക്സിൻസ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് BCG, മീസിൽസ്, റുബല്ല, MR, MMR. ഇതൊക്കെ ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻസ് എക്സാമ്പിൾ ആണ്. സോ അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇവിടെ നിന്ന് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇനിയാണ് നമ്മൾ ഈ ഇമ്മ്യൂണൈസേഷൻസിനെ കുറിച്ച് പറയുക. ജസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, കാരണം ഇതൊരു ഡെമോ ക്ലാസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ BCG വാക്സിൻ നമ്മൾ എപ്പോഴാണ് കൊടുക്കുക? അറ്റ് ബർത്ത് ആണ്. അതൊരു എക്സാമ്പിൾ ഫോർ ലൈവ് വാക്സിൻ ആണ്. എത്ര ഡോസ് കൊടുക്കും? 0.05 ml. ഏത് റൂട്ടിലൂടെ കൊടുക്കുന്നത്? ഇൻട്രാഡെർമൽ. എവിടെ കൊടുക്കും? ലെഫ്റ്റ് അപ്പർ ആം, ഇടതുവശത്തുള്ള കയ്യിന് മുകളിലെ ഭാഗത്താണ് നമ്മൾ കൊടുക്കുന്നത് ഈ BCG വാക്സിൻ. അതിനെ ഡൈലൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് വാക്സിൻ നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലേ, ആ പൗഡർ ഫോമിലായിരിക്കും, അതിനെ ഡൈലൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഡൈലൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് നോർമൽ സലൈൻ ആണ്. ഓക്കെ, നോർമൽ സലൈൻ ആണ്. രണ്ടാമത്തെ എന്താണ്? ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ
എപ്പോഴാണ് കൊടുക്കുന്നത്? ഫസ്റ്റ് ഡോസ് നമ്മൾ അറ്റ് ബർത്ത് തന്നെ കൊടുക്കും. അത് എന്താണ്? ഒരു ഫോർമാലിൻ വെച്ചിട്ട് ഇനാക്ടിവേറ്റ് ചെയ്ത ഒരു സബ് യൂണിറ്റ് വാക്സിൻ ആണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ. അഡൽസിനാണെങ്കിലും ഇത് കുട്ടികൾക്കാണ് കേട്ടോ അറ്റ് ബർത്ത് കൊടുക്കുന്നത്. സപ്പോസ് അഡൽസിന് കൊടുക്കണമെങ്കിൽ 016 ആണ്, അതായത് എടുക്കുന്ന മാസം 0 എന്ന് കാണുക. അവിടുന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കും, പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കും. സോ അതാണ് അഡൽട്സിന് കൊടുക്കുന്നത്. റൂട്ട് IM ആണ്. ചൈൽഡിനാണെങ്കിലോ 6ാമത്തെ ആഴ്ച, 10ാമത്തെ ആഴ്ച, 14ാമത്തെ ആഴ്ച IM ആയിട്ട് കൊടുക്കും. വാസ്റ്റസ് ലാറ്ററാലിസ്, ഓക്കെ, വാസ്റ്റസ് ലാറ്ററാലിസ് സൈറ്റിൽ കൊടുക്കുന്നു. ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, എവിടെയാണ് എങ്ങനെ കൊടുക്കേണ്ടതെന്നൊക്കെ പഠിക്കും. ഇതിന്റെ ഡോസ് എത്രയാണ്? 0.5 ml. അടുത്ത വാക്സിൻ ആണ് മീസിൽസ് വാക്സിൻ. ഓക്കെ, മീസിൽസ് വാക്സിൻ എത്ര ഡോസാണ് നമ്മൾ കൊടുക്കുക? 0.5 ml കൊടുക്കുന്നു. അതിന്റെ റൂട്ട് എന്താണ്? സബ്ക്യൂട്ടേനിയസ് ആണ്. റൈറ്റ് അപ്പർ ആമിലാണ് കൊടുക്കുന്നത്. അതൊരു ലൈവ് വാക്സിൻ ആണ്. ഇവിടെ ഡൈല്യൂന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ഓക്കെ, അതിന്റെ അഡ്വേഴ്സ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീവർ വിത്ത് റാഷ്, കുഞ്ഞിന് പനിയും അതോടൊപ്പം തന്നെ റാഷും ശരീരത്തിൽ ഉണ്ടാകും. അടുത്ത വാക്സിൻ ആണ് FIPV, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ IPV, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. അതാണ്. അതിന് നമുക്ക് വേറൊരു പേരുണ്ട്, സാക്ക് വാക്സിൻ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സോ ഇതൊരു കിൽഡ് വാക്സിൻ ആണ്. WHO പറഞ്ഞിരിക്കുന്നത് അത് എത്ര ഡോസ് കൊടുക്കണം എന്നാണ്? 0.5 ml IM, ഓക്കെ, ഇൻട്രാമസ്കുലർ 6, 10, 14 വീക്സിൽ കൊടുക്കണം എന്നാണ്. ഇന്ത്യയിൽ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നത് 0.1 ml, ഓക്കെ, 0.1 ml ഇൻട്രാഡെർമൽ, ഓക്കെ, ഇൻട്രാഡെർമൽ ആയിട്ട് എവിടെ കൊടുക്കുന്നു? റൈറ്റ് അപ്പർ ആമിൽ. എപ്പോഴാണ് കൊടുക്കുക? 6ാമത്തെ ആഴ്ചയും 14ാമത്തെ ആഴ്ചയും. ഓക്കെ, നെക്സ്റ്റ് റോട്ടാവൈറസ് വാക്സിൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം വരാതിരിക്കാൻ കൊടുക്കുന്ന വാക്സിൻ ആണ് അല്ലെ റോട്ടാ വാക്സിൻ എന്ന് പറയുന്നത്. സോ അത് ഓറലി ആ കൊടുക്കുന്നത്. 5 തുള്ളി കൊടുക്കുന്നു. എപ്പോഴാണ് കൊടുക്കുക? 6ാമത്തെ ആഴ്ച, 10ാമത്തെ ആഴ്ച, 14ാമത്തെ ആഴ്ച ടിൽ 1 year ഓഫ് ഏജ്. നമുക്ക് 1 വയസ്സാകുന്നത് വരെ ഈ റോട്ടാ വാക്സിൻസ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് PCV ആണ്, ന്യൂമോകോക്കൽ വാക്സിൻ ആണ്. ഡോസ് എത്രയാണ്? 0.5 ml. റൂട്ടോ IM. എവിടെ കൊടുക്കുന്നത്? ആന്റീരിയർ ലാറ്ററൽ ടൈൽ കൊടുക്കുന്നു. ഓക്കെ, 6ാമത്തെയും 14ാമത്തെയും ആഴ്ച നമ്മൾ കൊടുക്കുന്നു. ബൂസ്റ്റർ ഡോസ് എപ്പോഴാണ് കൊടുക്കുക? 9ാമത്തെ മാസമാണ് നമ്മൾ ഈ PCVയുടെ ബൂസ്റ്റർ ഡോസ് കൊടുക്കുക. ജപ്പാൻ ജ്വരം, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഓക്കെ, അതിന്റെ വാക്സിൻ അതിന്റെ ഡോസ് എത്ര? 1/2 ml, 0.5 ml. അവ സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ലെഫ്റ്റ് അപ്പർ ആമിൽ കൊടുക്കും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് ബ്രീഫ് ആയിട്ട് പറയുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഈ ഇമ്മ്യൂണൈസേഷനും ഷെഡ്യൂളും പഠിച്ചു പോവുക, കാരണം ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി ഞാനൊരു കാര്യം നേരത്തെ പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ, അതായത് ലൈവ് വാക്സിൻസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അത് എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? ഓക്കെ, സോ അതിനുവേണ്ടി ഒരു ന്യൂമോണിക് ഉണ്ട്, നമുക്ക് ഓർത്തിരിക്കാൻ ഒരു വാക്കുണ്ട്. അതാണ് I love chick embryo. ഓക്കെ, ചിക്ക് എംബ്രിയോയെ ഞാൻ സ്നേഹിക്കുന്നു. സോ അതാണ് ലൈവ് വാക്സിൻ നമുക്ക് ഓർത്തിരിക്കാനുള്ള ന്യൂമോണിക്. ഓക്കെ, I for ഇൻഫ്ലുവൻസ. ലവ് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ലൈവ് വാക്സിൻ ആയതുകൊണ്ട് അതിന് ലവ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ചിക്ക് എന്താണ്? ചിക്കൻ പോക്സ് വാക്സിൻ. ഈ എംബ്രിയോയുടെ എന്താണ്? ജപ്പാൻ ജ്വരം. ഈ എൻസെഫലൈറ്റിസിലുണ്ട് കേട്ടോ, ജപ്പാനീസ് എൻസെഫലൈറ്റിസ്. എം എന്താണ്? മംസ്, മീസിൽസ്, റുബല്ല. BCG വാക്സിൻ. റോട്ടാ വൈറസ്. യെല്ലോ ഫീവർ വാക്സിൻ. ആണെങ്കിലോ OPV വാക്സിൻ കേട്ടോ, ഓറൽ പോളിയോ വാക്സിൻ. അതാണ് ലൈവ് വാക്സിൻസിന്റെ എക്സാമ്പിൾ. രണ്ടാമത്തെ എന്താണ്? കിൽഡ് വാക്സിൻസ്. ഓക്കെ, കിൽഡ് വാക്സിൻസിനും കുറച്ച് എക്സാമ്പിൾ ഉണ്ട്, ചോദിക്കും കേട്ടോ. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് കിൽഡ് വാക്സിൻ, ഏതാണ് ലൈവ് വാക്സിൻ, അങ്ങനെയൊക്കെ എക്സാമ്പിൾ ചോദിക്കും. സോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? RIP എന്ന് പറയും അല്ലെ. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എഴുതിയൊക്കെ വയ്ക്കും അല്ലെ. എന്താണ് RIP? റെസ്റ്റ് ഇൻ പീസ്. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ കിൽഡ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി അല്ലേ. കില്ലായ ആൾക്കാർ എന്താണ്? RIP ഓൾവേസ്, RIPA, RIP റെസ്റ്റ്. അവര് മരിച്ചവരെപ്പോഴും റെസ്റ്റ് ഇൻ പീസ് ആണ്. എന്ന് പറഞ്ഞാൽ ഓൾവേസ്, എപ്പോഴും. സോ അങ്ങനെ ഓർത്തിരിക്കുക. റാബീസ് വാക്സിൻ കിൽഡ് വാക്സിൻ ആണ്. ഇൻഫ്ലുവൻസ വാക്സിൻ കിൽഡ് വാക്സിൻ ആണ്. പോളിയോ വാക്സിൻ ഏതാണ്? സാക്ക് വാക്സിൻ അല്ലേ, നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന വാക്സിൻ, അത് കിൽഡ് വാക്സിൻ ആണ്. A for ഹെപ്പറ്റൈറ്റിസ് A കേട്ടോ, അതും ഒരു കിൽഡ് വാക്സിൻ എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾ മറന്നു പോകത്തില്ല. അപ്പൊ ഞാൻ ഇന്ന് ഒരു ഡെമോ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ വീണ്ടും പറയുന്നു, നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അത് പഠിക്കാൻ കുറെ രീതികളുണ്ട്, നമ്മുടെ റെഗുലർ ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ JPHN കോഴ്സിന്റെ അഡ്മിഷൻ
തുടങ്ങിക്കഴിഞ്ഞു. അഡ്മിഷൻ നടപടികൾ നടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണം, നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. സോ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഇനി ഇതിനെ കുറിച്ച്, അതായത് JPHN എക്സാമിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഉറപ്പായിട്ട് ഇപ്രാവശ്യം നമ്മൾ സർക്കാർ ജോലി മേടിച്ചിരിക്കും കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.